ഹായ് ഓൾ, എല്ലാവർക്കും മിഡ്ഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസിവറൻസ് rather than luck, doesn't it? നമുക്ക് വിജയം കൈവരിക്കാൻ ആവശ്യം ഭാഗ്യത്തേക്കാൾ കൂടുതൽ സ്ഥിരോത്സാഹവും ദീർഘവീക്ഷണാണല്ലേ. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയേഴ്സ് ആസ് പ്രാക്ടീസ്. പ്രശ്നങ്ങളെ നമ്മൾ അവസരങ്ങളായി കാണണം, തോൽവികളെ ഒരു പ്രാക്ടീസ് ആയി കൺസിഡർ ചെയ്യണം. Now let's listen to a visually challenged visionary who has changed his own life and the lives of many others. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന്റെയും മറ്റുള്ളവരുടെയും ജീവിതം ഒരുപോലെ മാറ്റുകയാണ് ചെയ്തത്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, ശ്രീകാന്ത് ബൊല്ല. ഹലോ, ഐ ആം ശ്രീകാന്ത്, ആൻ entrepreneur. ഞാൻ ശ്രീകാന്ത്, ഞാനൊരു സംരംഭകനാണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? നിങ്ങൾക്കറിയോ 51% ഇന്ത്യൻസും സെൽഫ് എംപ്ലോയിഡ് ആണ്. മറ്റുള്ളവരുടെ കീഴിൽ ജോലിയെടുക്കാതെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ് 51% ആളുകളും. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് entrepreneurial couples in the world, my parents. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കഥ ലോകത്തിലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ബിസിനസ് ദമ്പതികളെ പറ്റിയിട്ടാണ്. അത് മറ്റാരുമല്ല, എന്റെ പാരന്റ്സ് ആണ്. They earned just 20,000 a year from their small plot of land. അവര് ഒരു വർഷം 20,000 രൂപയെ ഏൺ ചെയ്യാറുള്ളൂ. അതും അവർക്ക് സ്വന്തമായിട്ടുള്ള ചെറിയൊരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു വർഷത്തേക്കുള്ള 20,000 രൂപ അവരുണ്ടാക്കുന്നത്. Giving birth to a child is the happiest thing for every married couple. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത് മാരിഡ് കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. At that moment in time, the term apple of the eye did not mean much to them. ശ്രീകാന്തിന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ ആ നിമിഷത്തില് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന് വലിയ അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പ്രിയപ്പെട്ട ആളുകളെയാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയാ. ഇവിടെ എല്ലാ കുട്ടികളും അവരുടെ പാരന്റ്സിന് ആപ്പിൾ ഓഫ് ദ ഐ ആയിരിക്കും അല്ലേ. Neither of my parents had never seen an apple, nor did I have an eye. പിന്നെ എന്തുകൊണ്ടായിരിക്കും ശ്രീകാന്തിന്റെ പാരന്റ്സിന് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത് വലിയ അർത്ഥമൊന്നും ഉണ്ടാക്കാതിരുന്നത്? എന്റെ പാരന്റ്സ് ആപ്പിൾ ഇട്ട് കണ്ടിട്ടുമില്ല, എനിക്കാണെങ്കിൽ കണ്ണും ഉണ്ടായിരുന്നില്ല. അവർക്ക് പിറന്ന കുട്ടി, അതായത് ശ്രീകാന്ത്, ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയായിരുന്നു. When I was born without eyes, society saw me as a burden. ഞാൻ കാഴ്ചയില്ലാത്ത ഒരാളായിട്ട് ജനിച്ചപ്പോ ഈ സമൂഹം മുഴുവനും എന്നെ ഒരു ഭാരമായിട്ടാണ് കണ്ടത്. Some even suggested that I should be smothered. കുറെ പേര് എന്റെ പാരന്റ്സിനോട് പറഞ്ഞു, ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞോളാൻ, ഇല്ലെങ്കിൽ ഈ കുട്ടി നിങ്ങൾക്കൊരു ഭാരമായിരിക്കും എന്നൊക്കെ. But my parents showered on me immense love and care. സമൂഹം എന്ത് പറഞ്ഞാലും നമ്മുടെ പാരന്റ്സ് നമ്മൾ എങ്ങനെയായാലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കും അല്ലേ. അപ്പോ എന്റെ പാരന്റ്സും എനിക്ക് ഒരുപാട് ലവും കെയറും ഒക്കെ തന്നു. They felt they were the richest couple in the world and I consider myself the luckiest person. അവർക്ക് തോന്നിയത് അവരാണ് ഈ ലോകത്തിലെ റിച്ചസ്റ്റ് കപ്പിൾ എന്നാണ്. എന്നാൽ ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്തത് ഏറ്റവും ഭാഗ്യമുള്ള ഒരു കുട്ടിയായിട്ടാണ്. As a child, I spent much of my time with my father in the fields. കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ വയലിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. However, my short legs made it difficult for me to help. എൻ്റെ കുഞ്ഞു കാലുകൾക്ക് എൻ്റെ അച്ഛനെ സഹായിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. My father began to think that perhaps the people who doubted my future might be right. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ചിന്തിച്ചു തുടങ്ങിയത്, ചിലപ്പോ ആളുകൾ എൻ്റെ ഭാവിയെ പറ്റി സംശയിച്ചിരുന്ന പോലെ സത്യമായി തീരാം, കാരണം എൻ്റെ കുട്ടിക്ക് എൻ്റെ പോലെ വയലിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. He realized I didn't fit into the traditional farming model. അച്ഛൻ തിരിച്ചറിയാണ് ശ്രീകാന്തിന് ഭാവിയിൽ ഒരു കർഷകനായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. Then he decided that education was to be my path. അങ്ങനെ അച്ഛൻ തീരുമാനിക്കുകയാണ് കുട്ടിക്ക് എന്തായാലും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. സ്കൂളിൽ ചേർന്നപ്പോ സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ശ്രീകാന്തിനെ കൊണ്ട് ചേർത്തിരുന്നത്. ഒരുപാട് ദൂരം നടന്നിട്ടാണ് കുട്ടി സ്കൂളിൽ പോയിരുന്നത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴോ ടീച്ചേഴ്സും കൂടെയുള്ള കുട്ടികളും ഒരുപോലെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്, ആ കുട്ടിയെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്നിരുന്നാലും താൻ ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് ചെയ്തത്.
For 2 years, I sat on the last bench, excluded from activities. 2 വർഷത്തോളം ഞാൻ ലാസ്റ്റ് ബെഞ്ചിലിരുന്നു. എന്നെ എല്ലാ ആക്ടിവിറ്റീസിനും ഈ കാഴ്ചയില്ല എന്നുള്ളതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത്. I then felt like the poorest child in the world, not on account of lack of money, but because of loneliness and isolation. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്തിന് തോന്നിയത് താനാണ് ഏറ്റവും ഭാഗ്യമുള്ള ഒരാളെന്നാണ്. എന്നാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോ ഇപ്പൊ കുട്ടിക്ക് തോന്നുന്നത് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള കുട്ടിന്ന്. പൈസ ഇല്ലാത്ത കാര്യത്തിലല്ല ശ്രീകാന്ത് പറയുന്നത്, പക്ഷെ ഒറ്റപ്പെടലിന്റെ കാര്യത്തിലാണ്. ആ കുട്ടി അത്രയധികം ഒറ്റപ്പെടലാണ് ആ സ്കൂളിൽ അനുഭവിച്ചത്. Eventually my parents and relatives decided that I should study in school with students like me. പിന്നീട് തന്റെ പാരന്റ്സും റിലേറ്റീവ്സും ഒക്കെ തീരുമാനിക്കുകയാണ് ഈ കുട്ടി സാധാരണ ഒരു സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ പോലെയുള്ള കുട്ടികളുടെ കൂടെ പഠിക്കുന്നതായിരിക്കും. സോ ഐ വാസ് സെന്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അങ്ങനെ ഹൈദരാബാദിലുള്ള സ്പെഷ്യൽ സ്കൂളിലേക്കാണ് ശ്രീകാന്ത് പിന്നെ പോകുന്നത്. There I excelled, becoming an outstanding student, earning top ranks and representing India in chess and cricket. അവിടെ തന്റെ ബെസ്റ്റ് എടുക്കുകയാണ് ശ്രീകാന്ത് ചെയ്തത്. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയി ടോപ്പ് റാങ്ക്സ് കിട്ടി ഇന്ത്യയെ ചെസ്സിലും ക്രിക്കറ്റിലും റെപ്രസെന്റ് ചെയ്യാനും ശ്രീകാന്തിന് സാധിച്ചു. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project. മാത്രമല്ല ശ്രീകാന്തിന് അബ്ദുൽ കലാം സാറിന്റെ കൂടെ ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട് പോലെയുള്ള മറ്റ് പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടും സാധിച്ചു. When I completed my 10th grade with over 90% mark, I wanted to study science at the AP State Board. ഞാൻ എൻ്റെ 10ാം ക്ലാസ് 90% മുകളിൽ മാർക്കോടെ പാസ്സായപ്പോൾ എനിക്ക് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ് സ്കൂളിൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കാനായിരുന്നു ആഗ്രഹം. However, I was told I could only take arts because I was impaired. പക്ഷെ എന്നോട് പറഞ്ഞു എനിക്ക് ആർട്സ് സ്ട്രീമേ എടുക്കാൻ പറ്റൂ, കാരണം ലാബൊക്കെ ഉണ്ടാവുമല്ലോ. ഈ കുട്ടി ഇംപയർഡ് ആണെന്നാണ് പറയണത്. വൈകല്യമുള്ള കുട്ടി ആയതുകൊണ്ട് സയൻസ് സ്ട്രീം എടുക്കാൻ പറ്റില്ല, ആർട്സ് സ്ട്രീം എടുക്കാനേ പറ്റൂ എന്നാണ് പറഞ്ഞത്. I did not consider myself visually impaired but visually challenged. എനിക്ക് എന്നെ തന്നെ വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യാൻ ഇഷ്ടമല്ല, പകരം വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യാനാണ് ഇഷ്ടം. I was not allowed to pursue my passion due to the perceptions of others. ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ എന്റെ പാഷനെ പിന്തുടരാനായിട്ട് അനുവദിച്ചില്ല. Rather than accept this, I decided to sue the government. അങ്ങനെ സമൂഹം പറയുന്നത് കേട്ടിരിക്കാൻ ഞാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ഞാൻ കേസ് ഫയൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. After 6 months of legal battle, I received a government order allowing me to study science, but at my own risk. അങ്ങനെ 6 മാസത്തെ ലീഗൽ ബാറ്റലിന് ശേഷം ഗവൺമെന്റ് ഒരു ഓർഡർ പാസ്സാക്കുകയാണ്, എനിക്ക് സയൻസ് പഠിക്കാം, പക്ഷെ എന്റെ സ്വന്തം റിസ്കിലായിരിക്കണം പഠിക്കേണ്ടത്. Despite the lack of resources, I worked hard with the help of a mentor. She recorded my textbooks on audio and I scored 98% in my exams. This proves that anyone, regardless of their impairment or challenges, can achieve great things. ഒരു വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്ക് സയൻസ് പഠിക്കാനായിട്ടുള്ള ഒരു റിസോഴ്സസും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനൊരു ചലഞ്ചായിട്ട് ശ്രീകാന്ത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടെ നന്നായി പരിശ്രമിച്ചു. അവര് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ 98% മാർക്കോട് കൂടിയിട്ടാണ് പാസ്സായത്. ഇത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്? എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ്. ആ വെല്ലുവിളികളെ നിങ്ങൾ നേരിടണം എന്നേ ഉള്ളൂ. However, my journey didn't end there. എന്നിരുന്നാലും എന്റെ യാത്രയുടെ അവസാനിച്ചില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. അങ്ങനെ IIT പോലുള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമായി. അപ്പോഴും എനിക്ക് അവിടെ തടസ്സം ഉണ്ടാവുകയാണ് ചെയ്തത്. എനിക്ക് കാഴ്ചയില്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. If IIT didn't want me, I decided I didn't want it either. എന്നാൽ ശ്രീകാന്ത് തീരുമാനിച്ചത് ഇങ്ങനെയായിരുന്നു, എന്നെ IITക്ക് വേണ്ടെങ്കിൽ എനിക്കും IITയെ വേണ്ട. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. ശ്രീകാന്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടോപ്പ് സ്കൂൾസിലേക്കൊക്കെ അപ്ലൈ ചെയ്തു.
അപ്ലൈ ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ IIT നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് MITയിലും സ്റ്റാൻഫോർഡിലും ബെർക്ലിയിലും കാർണിഗി മെല്ലനിലും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. I chose to attend MIT, becoming the first international blind student in its history. അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ശ്രീകാന്തിന്റെ മുമ്പിലുള്ളത് അല്ലേ. അതിൽ നിന്ന് ശ്രീകാന്ത് MIT ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ MITയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയിട്ട് മാറുകയാണ് ശ്രീകാന്ത് ബൊല്ല. While at MIT, I began to think deeply about my future. അങ്ങനെ MITയിലുള്ള സമയത്താണ് ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. Should I just get married, settle down and work in corporate America? ഞാൻ കല്യാണം കഴിച്ച് അമേരിക്കയിൽ തന്നെ താമസിക്കുകയാണോ വേണ്ടത്? No, I wanted to solve the problems I had faced. അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഞാൻ ഫേസ് ചെയ്ത എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണം. Why should blind children be made to sit on the last bench? എന്തിനു വേണ്ടിയാണ് ബ്ലൈൻഡ് സ്റ്റുഡൻസിനെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തണേ? Why should 10% of India's population who are disabled be excluded from the economy? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പോപ്പുലേഷനിലെ 10% ആ ഡിസേബിൾഡ് ആളുകളെ നമ്മുടെ ഇക്കോണമിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? These questions led me back to India, where I returned, giving up all the opportunities in corporate America to build a strong support system for the disabled. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. കോർപ്പറേറ്റ് അമേരിക്കയിലെ എല്ലാ അവസരങ്ങളും ഒഴിവാക്കിയിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ വട്ടം ശ്രീകാന്ത് ബൊല്ല ഇന്ത്യയിലേക്ക് വരുന്നത്. We established the platform Boland Industries together with my partner to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. അങ്ങനെ തിരിച്ച് ഇന്ത്യയിൽ വന്ന ശ്രീകാന്ത് തന്റെ പാർട്ട്ണറോട് കൂടെ തുടങ്ങിയിട്ടുള്ളതായിരുന്നു ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരുടെ കഴിവിന്റെ മാക്സിമത്തിലേക്ക് വളർത്തി തിരിച്ച് നമ്മുടെ സമൂഹവുമായിട്ട് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പേർപ്പസോടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സമൂഹത്തിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താതെ അവരുടെ എല്ലാ സ്കിൽസും വളർത്തി തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള 3000 സ്റ്റുഡൻസിനെയാണ് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് സപ്പോർട്ട് ചെയ്തത്. എഡ്യൂക്കേഷനിലും വൊക്കേഷണൽ റീഹാബിലിറ്റേഷനിലും സ്പോർട്സിലും അങ്ങനെ എല്ലാ മേഖലയിലും അവർ സപ്പോർട്ട് കൊടുത്തു. അവർ കമ്പനി നൗ എംപ്ലോയ്സ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ബൊലാൻഡ് ഇൻഡസ്ട്രീസ് 150ലധികം ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസിനാണ് ജോലി കൊടുത്തത്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. അവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലായിരുന്നു. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത് വിത്ത് മച്ച് മോർ ടു ഡു. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വളർച്ചയുടെ തുടക്കത്തിലാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഐ വോണ്ട് ടു ലീവ് യു വിത്ത് 3 lessons. എനിക്ക് നിങ്ങളോട് 3 പാഠങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുക, മറ്റുള്ളവരെ വളരാനായിട്ട് സഹായിക്കുക. ട്രൂ വെൽത്ത് ഡസൻറ്റ് കം ഫ്രം മണി ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. ശരിക്കുമുള്ള വെൽത്ത് വരുന്നത് പൈസയിൽ നിന്നല്ല, പകരം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ്. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ് ആസ് ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ഇവിടെ ശ്രീകാന്ത് പറയുന്നത് ഏകാന്തത എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയാണെന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തത മാറ്റാനാണ് പറയുന്നത്. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം ആദ്യം ലഭിക്കുന്നതും നിങ്ങൾക്ക് തന്നെയായിരിക്കും. The world may look at me and say, Shrikant, you can do nothing. But I look at the world and say, I can do anything. Thank you. ഇവിടെ ശ്രീകാന്ത് ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ലോകം ചിലപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ പറയും, ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞാൻ ലോകത്തെ നോക്കി പറയും, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന്. അതാണ് ശ്രീകാന്തിന്റെ കോൺഫിഡൻസ്. അതാണ് ശ്രീകാന്തിനെ തന്റെ എല്ലാ ചലഞ്ചസും ഓവർകം ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിച്ചത്. ഇനി നമുക്കിതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Why does Shrikant say that his parents were the richest couple in the world? എന്തുകൊണ്ടാണ് ശ്രീകാന്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാരന്റ്സ് ആണ് ലോകത്തിലെ റിച്ചസ്റ്റ് കപ്പിൾ എന്ന്?
Srikanth says his parents were the richest couple in the world not because of money but because of the immense love and care they gave him, especially when society saw him as a burden due to his blindness. ശ്രീകാന്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ പാരന്റ്സ് ആണ് ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് കപ്പിൾ എന്നാണ്. അതൊരിക്കലും ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടല്ല പറയുന്നത്. സമൂഹം മുഴുവനും അദ്ദേഹത്തെ ഒരു ഭാരമായി കൺസിഡർ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ പാരന്റ്സ് ശ്രീകാന്തിന് ഒരുപാട് ലവും കെയർ ഒക്കെ കൊടുക്കുകയാണ് ചെയ്തത്. വൈ ഡിഡ് ശ്രീകാന്ത്സ് ഫാദർ ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ വുഡ് ബി ഹിസ് പാത്ത്? എന്തുകൊണ്ടാണ് ശ്രീകാന്തിന്റെ അച്ഛൻ വിശ്വസിച്ചത് ശ്രീകാന്തിന്റെ വഴി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണെന്ന്? Srikanth's father believed that education would be his path because his blindness made it impossible for him to do physical work like farming. ശ്രീകാന്തിന്റെ അച്ഛന് മനസ്സിലാവാണ് ശ്രീകാന്തിന് ബ്ലൈൻഡ്നെസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും കൃഷി പോലുള്ള ഒരു ഫിസിക്കൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. Since Srikanth could not contribute through manual labor, his father saw education as the only way forward for him to succeed in life. ഇങ്ങനെയുള്ള ഫിസിക്കൽ ലേബർ ശ്രീകാന്തിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ശ്രീകാന്തിന്റെ അച്ഛൻ വിശ്വസിച്ചിരുന്നത് ശ്രീകാന്ത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ പോയേ മതിയാവൂന്നാണ്. How did Srikanth excel as a student at the special school in Hyderabad? എങ്ങനെയാണ് ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിൽ ശ്രീകാന്ത് എക്സൽ ചെയ്തത്? At the special school, Srikanth became an outstanding student. He earned the top ranks, represented India in chess and cricket, and worked on important youth projects with Dr. APJ Abdul Kalam. ഹൈദരാബാദിലുള്ള ആ സ്പെഷ്യൽ സ്കൂളിൽ ശ്രീകാന്ത് ടോപ്പ് റാങ്ക്സ് വാങ്ങിച്ചു, ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തു. മാത്രമല്ല ഇമ്പോർട്ടന്റ് യൂത്ത് പ്രൊജക്ട്സിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കൂടെ വർക്ക് ചെയ്യാനും സാധിച്ചു. Srikanth says that he is not visually impaired but visually challenged. Why? ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ വൈകല്യമുള്ള ആളല്ല, പകരം ഞാൻ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളാണെന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? Srikanth believes that the term visually impaired focuses on weakness while visually challenged emphasizes overcoming difficulties. ശ്രീകാന്ത് വിശ്വസിച്ചിരുന്നത് വിഷ്വലി ഇംപയർഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്നുള്ളൊരു പോരായ്മയിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ വിഷ്വലി ചാലഞ്ച്ഡ് എന്ന് പറഞ്ഞ ടേമോ ഒരു വെല്ലുവിളി ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന പോലെയാണ്. സോ അത് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. He preferred the latter because he didn't let his blindness define or limit him. ശ്രീകാന്ത് പ്രിഫർ ചെയ്തത് വിഷ്വലി ചലഞ്ച്ഡ് എന്ന് പറഞ്ഞ ടേം ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ് ഒരിക്കലും അദ്ദേഹത്തെ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതോ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. How did Srikanth overcome the obstacles in pursuing his studies in science? ശ്രീകാന്തിന് സയൻസ് എടുത്ത് പഠിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നല്ലേ. അതെങ്ങനെയാണ് ശ്രീകാന്ത് ഓവർകം ചെയ്തത്? Although he was told to study arts due to his blindness, Srikanth legally fought for his right to study science. With the help of a mentor who recorded his textbooks, he studied hard and scored 98% in his exams. ശ്രീകാന്തിനോട് പറഞ്ഞത് ആർട്സ് എടുത്ത് പഠിക്കാനാണ്, കാരണം അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ് തന്നെയാണ്. പക്ഷെ അതിൽ വിട്ടുകൊടുക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല. അദ്ദേഹം ലീഗലി പോരാടി എന്നിട്ട് സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്. ഒരു മെന്ററിന്റെ സഹായത്തോടെ റെക്കോർഡഡ് ക്ലാസ് കേട്ട് അദ്ദേഹം 98% മാർക്കാണ് വാങ്ങിയത്. What do you understand about the attitude of society to disabled individuals when Bolla was a student in school? How did he help to change the situation? When Srikanth Bolla was a student, society had a very negative and dismissive attitude toward disabled individuals. ശ്രീകാന്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൊസൈറ്റിക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളോട് ഉണ്ടായിരുന്നത്. He was ignored by teachers and classmates, made to sit on the last bench and excluded from activities. ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒരുപോലെ അവനെ ഒഴിവാക്കി, അവസാനത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തി. മാത്രമല്ല എല്ലാ ആക്ടിവിറ്റീസിനും അവനെ ഒഴിവാക്കപ്പെട്ടു. These actions reflect a lack of empathy and inclusion, as well as a belief that disabled individuals cannot achieve much. ഈ ആക്ഷൻസ് എല്ലാം കാണിക്കുന്നത് എന്താണ്? ആളുകൾക്ക് മറ്റുള്ളവരോടുള്ള എമ്പതിയുടെയും അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള മനസ്സിന്റെയും ഒക്കെ കുറവിനെയാണ്. അവര് വിചാരിക്കുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഒന്നും നേടാൻ കഴിയില്ല എന്നാണ്. Srikanth helped to change the situation by proving through his own achievements that disability is not a limitation.
ശ്രീകാന്ത് തന്റെ ലൈഫ് കൊണ്ടാണ് ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചത്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്യാണ് ഡിസബിലിറ്റി ഒന്നിനും ഒരു തടസ്സമല്ലാന്ന്. He excelled in academics and sports, sued the government for his right to study science, and eventually attended MIT. അക്കാഡമിക്സിലും സ്പോർട്സിലും ഒരുപോലെ മികച്ചതായിരുന്നു ശ്രീകാന്ത്. മാത്രല്ല സയൻസ് സ്ട്രീം എടുക്കാൻ വേണ്ടിയിട്ട് ലീഗലി മൂവ് ചെയ്യുകയും പിന്നീട് MIT അറ്റൻഡ് ചെയ്ത് പഠിക്കുകയും ഒക്കെ ചെയ്തു. Later, he returned to India and founded Bolland Industries, where he worked to rehabilitate and reintegrate disabled individuals into society, creating opportunities and changing mindsets about what disabled people can accomplish. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങുകയും അതിലൂടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ റീഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിലൂടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ് മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. Why did Srikanth return to India instead of pursuing opportunities in the corporate sector in the USA? എന്തുകൊണ്ടാണ് ശ്രീകാന്ത് അമേരിക്കയിലെ എല്ലാ അവസരങ്ങളെയും ഒഴിവാക്കി ഇന്ത്യയിലേക്ക് വന്നത്? Srikanth returned to India because he wanted to solve the problems he had faced as a blind student. ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് വന്നത് മെയിനായിട്ട് അദ്ദേഹം ഒരു ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയപ്പോൾ ഫേസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനാണ്. He wanted to build a support system for the disabled and help them integrate into society and the economy. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്ത് അവരെ സൊസൈറ്റിയിലേക്കും ഇക്കോണമിയിലേക്കും ഒരുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. What do you think the word reintegrate means in this context? എന്താണ് റീഇൻറ്റഗ്രേറ്റ് കൊണ്ട് അർത്ഥാക്കുന്നത്? In this context, reintegrate means to include disabled individuals back into mainstream society by providing them with support, education, jobs, and opportunities, so they are not separated or excluded. ഇവിടെ റീഇൻറ്റഗ്രേറ്റ് എന്ന് വെച്ചാൽ അവരെ നമ്മുടെ സൊസൈറ്റിയിലെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ടും എഡ്യൂക്കേഷനും ജോലിയും അവസരങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത്. അവിടെ അവർ എംപവേർഡ് ആണ്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതേയില്ല. Srikanth Bolla wanted people with disabilities to be active and valued members of the community, not isolated or dependent. ശ്രീകാന്ത് ബൊല്ലയ്ക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മറ്റാളുകളുടെ പോലെ തന്നെ വാല്യൂഡ് മെമ്പേഴ്സ് ആക്കി മാറ്റാനാണ് താല്പര്യം. അല്ലാതെ മറ്റുള്ളവരിൽ ആശ്രയിച്ച് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് കാണാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. What were the challenges Srikanth faced in his education and how did he overcome them? എഡ്യൂക്കേഷനിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ശ്രീകാന്ത് നേരിടേണ്ടി വന്നത്? എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? Srikanth Bolla faced significant challenges in his education due to his visual impairment. ശ്രീകാന്ത് ബൊല്ല അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ് കാരണം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആസ് എ ഡിസേബിൾഡ് സ്റ്റുഡന്റ് he encountered social and institutional discrimination. ഒരു ഡിസേബിൾഡ് സ്റ്റുഡന്റ് ആയിട്ടുള്ള കാരണം അദ്ദേഹത്തിന് സൊസൈറ്റിയിലും സ്കൂളിലും ഒക്കെ ഈ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. Initially, he struggled in a regular school where he was ignored by teachers and classmates. For 2 years, he sat on the last bench, excluded from activities. ആദ്യം അദ്ദേഹം കഷ്ടപ്പെട്ടത് ഒരു റെഗുലർ സ്കൂളിലായിരുന്നു. അവിടെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും എല്ലാം അദ്ദേഹത്തെ ഒരുപോലെ ഒഴിവാക്കി. മാത്രമല്ല ആ 2 വർഷവും ലാസ്റ്റ് ബെഞ്ചിൽ മാത്രമാണ് ഇരുന്നത്. എല്ലാ ആക്ടിവിറ്റീസിനും അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടു. To address this, he was eventually sent to a special school in Hyderabad where he began to excel, becoming an outstanding student, earning top ranks and representing India in chess and cricket. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പാരന്റ്സ് പിന്നീട് ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടുകയും അവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിട്ട് മാറായിരുന്നു ശ്രീകാന്ത്. ടോപ്പ് റാങ്ക്സിൽ എത്തുകയും ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാനും ഒക്കെ ശ്രീകാന്തിന് സാധിച്ചു. Later, when he completed class 10 with over 90% marks, he faced discrimination from the education system. 10ല് 90% മാർക്കോടെ പാസ്സായ ശ്രീകാന്ത് വീണ്ടും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാണ്. He was told he could only take arts because of his blindness. അദ്ദേഹത്തിന്റെ ഈ ബ്ലൈൻഡ്നെസ് കാരണം ആർട്ട് സ്ട്രീം മാത്രമേ എടുക്കാൻ പറ്റൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. He refused to give in and chose to legally fight for his right to study science. After 6 months, he won the case and was allowed to pursue science through at his own risk.
With the help of a mentor and his own hard work, he succeeded. അങ്ങനെ തന്റെ പോരാട്ടം ക്വിറ്റ് ചെയ്യാനായിട്ട് ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല. ലീഗലി മൂവ് ചെയ്തു. അങ്ങനെ 6 മാസത്തിന് ശേഷം സ്വന്തം റിസ്കില് സയൻസ് എടുത്ത് പഠിച്ചോളാനുള്ള ഓർഡർ വന്നു. ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടെ അദ്ദേഹം 98% +2 പാസ്സായത്. When he tried to apply for IIT, he was again rejected due to his disability. Instead of giving up, he applied abroad and got into top universities. He chose MIT and became the first international blind student in its history. IIT-യിൽ അപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും റിജക്ട് ചെയ്യായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ് കാരണം തന്റെ ശ്രമം ഉപേക്ഷിക്കുന്നതിന് പകരം വിദേശത്ത് അപ്ലൈ ചെയ്ത് അദ്ദേഹം MIT-യിൽ പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെ MIT-യുടെ ചരിത്രത്തില് ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയിട്ട് മാറിയിരുന്നു ശ്രീകാന്ത് ബൊല്ല. വാട്ട് മോട്ടിവേറ്റഡ് ശ്രീകാന്ത് ടു റിട്ടേൺ ടു ഇന്ത്യ? ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രീകാന്തിനെ മോട്ടിവേറ്റ് ചെയ്തത് എന്തായിരുന്നു? വാട്ട് ഡിഡ് ഹി ഡു ഓൺ ഹിസ് റിട്ടേൺ? അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? After completing his education in the United States, Srikanth Bolla was motivated to return to India because he wanted to help others like him and contribute meaningfully to society. US-ൽ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. കാരണം ഒരു സ്റ്റുഡന്റ് ആയിട്ടിരുന്നപ്പോൾ താൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടുപിടിക്കാനും തന്നെ പോലെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുമാണ് അദ്ദേഹം വന്നത്. He believed in empowering people with disabilities and integrating them into the mainstream rather than isolating them. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ എംപവർ ചെയ്യണമെന്നും സമൂഹത്തിലെ മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുമാണ്. അവരെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും ശ്രീകാന്തിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. On his return, he co-founded Bolland Industries with a partner aiming to find, rehabilitate, nurture and reintegrate disabled individuals into society. തന്റെ തിരിച്ചുവരവില് ശ്രീകാന്തും തന്റെ പാർട്ട്ണറുമായിട്ട് തുടങ്ങിയതാണ് ബൊലാൻഡ് ഇൻഡസ്ട്രീസ്. അതെന്താണ് ലക്ഷ്യമാക്കിയിരുന്നത്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ വളർത്തി തിരിച്ച് സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് റീഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. His company went on to employ over 150 disabled individuals. അദ്ദേഹത്തിന്റെ കമ്പനി ആയിട്ടുള്ള ബൊലാൻഡ് ഇൻഡസ്ട്രീസ് 150 ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജോലി കൊടുത്തത്. His mission was not just economic empowerment but also social transformation. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഇക്കണോമിക് എംപവർമെന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. He believed in creating opportunities for the disabled and wanted to prove that physical disability is not a barrier to success. അദ്ദേഹം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് തെളിയിക്കണമായിരുന്നു ഫിസിക്കൽ ഡിസബിലിറ്റി ഒരിക്കലും വിജയം കൈവരിക്കാൻ ഒരു തടസ്സമല്ലെന്ന്. Srikanth's return to India marked the start of a powerful journey to build inclusive opportunities and uplift the disabled community. ശ്രീകാന്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരു ശക്തമായ ജേർണിയുടെ തുടക്കമായിരുന്നു. അദ്ദേഹം ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. സോ ഇതോടുകൂടെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിയാണ്. ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.